हरे कृष्ण माताजी प्रणाम। हरे कृष्ण प्रणाम। हरे कृष्ण माताजी प्रणाम। हरे कृष्ण माताजी प्रणाम माताजी हरे कृष्ण प्रणाम। हरे कृष्ण. ലോകം 15 തന്നെയാ അതോ 16 15 16 16 മാതാജി. സ്റ്റാർട്ടില്ല 15 ഇട്ടു. ഹരേ കൃഷ്ണ. അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അത് മൊബൈൽ കിട്ടിയതോ. ഫോണിലിട്ട് വെച്ചിരുന്നു അതറിയാം. ഹരേ കൃഷ്ണ. हरे कृष्ण माताजी. ഇനി 16 അല്ലേ? പെട്ടെന്ന് ഓൺ ചെയ്തപ്പോ കമ്പ്യൂട്ടർ അപ്ഡേറ്റ് ചെയ്തോണ്ട് ഇരുന്നു. അതാണ് പ്രശ്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. രാധ ഗോവിന്ദ ടെമ്പിൾ മംഗലാപുരത്തിന്റെ ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. നാമം 16. ഓം നമോ ഭഗവതേ വാസുദേവായ. യദ്ദോഷമാ പ്രണിഹിതം ഗുരു ഭീഷ്മകർണ ത്രിഗർഭശലസൈന്ധവ ബാഹ്ലികാദൈഃ അസ്ത്രാണി മോഘമഹിമാനി നിരൂപിതാനി നോപസ്പൃശുർ നൃഹരി ദാസമിവാസുരാണി യദ്ദോഷുമാ പ്രണിഹിതം ഗുരു ഭീഷ്മകർണ ത്രിഗർത്തശലസൈന്ധവ ബാഹ്ലികാദൈ ത്രിഗർത്തശല സൈന്ധവ ബാഹ്ലികാദൈഃ അസ്ത്രാണി മോഘമഹിമാനി നിരൂപിതാനി ഉപസ്പർശുർ നൃഹരി ദാസമിവ അസുരാണി. ഹരേ കൃഷ്ണ. ആരെങ്കിലും വായിച്ചോളാം. ഹരേ കൃഷ്ണ മാതാജി. ഓ നമോ ഭഗവതി വാസുദേവായ. യദ്ദോഷുമാ പ്രണിഹിതം ഗുരു ഭീഷ്മകർണ നൃഗർത്തശലസൈന്ധവ ബാഹ്ലികാദ്യൈ അസ്ത്രാണി അമോഘ മഹിമാനി നിരൂപിതാനി
ന ഉപസ്പൃശൂർ നൃഹരിദാസമിവ അസുരാണി. ഹരേ കൃഷ്ണ ഹരേ മാതാജി. കൃഷ്ണ. നരഹരി എന്ന് വെച്ചാൽ നരസിംഹ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതായ പദാർത്ഥം ശീലപ്രഭാതത്തിന്റെ ഏത് ആരുടെ കീഴ് ദോഷു കരങ്ങളുടെ സംരക്ഷണം മാ പ്രണിഹിതം ഞാൻ സ്വയം നിഷ്ഠനായിക്കൊണ്ട് ഗുരു ദ്രോണാചാര്യ ഭീഷ്മ കർണൻ നപ്തൃ ഭൂരിശ്രവസ് നപ്തൃ ഭൂരിശ്രവസ് ത്രിഗർഭ രാജാവ് സുദർശർമാവ് ശല്യ സൈന്ധവ രാജാവ് ജയദ്രഥൻ ബ്ലാഹിക ഭീഷ്മരുടെ പിതാവായ മഹാരാജാവ് ശന്തനുവിന്റെ മാതാവ് ആദേഹി മുതലായവർ അസ്ത്രാണി ആയുധങ്ങൾ അമോഘ അലംഘ്യമായ മഹിമാനി അതിശക്തമായ നിരൂപിതാനി പ്രയോഗിച്ചു ഇല്ല ഉപസ്പൃശുഹു സ്പർശിച്ചു നൃഹരി ദാസം നരസിംഹദേവന്റെ സേവകൻ പ്രഹ്ലാദൻ ഇവ പോലെ അസുരന്മാർ പ്രയോഗിച്ച ആയുധങ്ങൾ. ഇവിടെ പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ മഹാരഥന്മാർ അല്ലെ, ദ്രോണാചാര്യർ, ഭീഷ്മർ, കർണൻ തുടങ്ങിയ മഹാരഥന്മാർ ഉപയോഗിച്ച പലർക്കും ദിവ്യ ആയുധങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ഭീഷ്മർക്കും കർണനും ഒക്കെ ദിവ്യ ആയുധങ്ങളുണ്ട്, ദ്രോണർക്കും എല്ലാവർക്കും. അപ്പൊ അവരെല്ലാം ഉപയോഗിച്ച ഏതാണ് ദിവ്യ ആയുധങ്ങളൊന്നും അർജുനന്റെ തലയിലെ ഒരു തലമുടിക്ക് പോലും പോറലേൽപ്പിക്കാതെ കടന്നുപോയി എന്നാണ് പറയുന്നത്. അത് ഏതുപോലെയാണ് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്? പ്രഹ്ലാദ മഹാരാജാവിന് കുഞ്ഞായിരുന്നപ്പോൾ 5 വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് ഹിരണ്യകശിപു വധിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ഇതാണ് ഭഗവാന്റെ, പ്രത്യേകിച്ച് നരസിംഹദേവന്റെ സേവകനായ പ്രഹ്ലാദൻ. അപ്പൊ അദ്ദേഹത്തെ ഹിരണ്യകശിപു പല വിധത്തിൽ വധിക്കാനായിട്ട് നോക്കിയിട്ടും അദ്ദേഹത്തിന് ഒരു പോലും ഏൽപ്പിക്കാനായിട്ട് സാധ്യമായില്ല. അപ്പൊ അർജുനൻ എങ്ങനെയാണോ സംരക്ഷകനായത്, അർജുനന്റെ സംരക്ഷകനായി ഭഗവാൻ ഉണ്ടായിരുന്നപ്പോ അർജുനന് പോറലൊന്നും ഏൽക്കാതെ ദിവ്യ ആയുധങ്ങളൊന്നും അദ്ദേഹത്തിന് എന്ത് ചെയ്തില്ല, അദ്ദേഹത്തെ ഒന്നും ബാധിച്ചില്ല. അത് ഏതുപോലെയാണ്? പ്രഹ്ലാദ മഹാരാജാവിന് ആരാണ്? ഹിരണ്യകശിപു പല വിധത്തിൽ വധിക്കാനായിട്ട് നോക്കിയപ്പോ വധിക്കാനായിട്ട് പറ്റിയില്ല എന്ന് മാത്രമല്ല മഹാരാജാവ് പ്രഹ്ലാദന് ഒരു പോറല് പോലും ഏൽക്കുകയുണ്ടായില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഹരേ കൃഷ്ണ. ഭീഷ്മ വിവർത്തനശീല പ്രഭാതർക്ക് ജയ്. ഭീഷ്മ, ദ്രോണർ, കർണൻ, ഭൂരിശ്രവസ്, സുദർശർമാവ്, ശല്യൻ, ജയദ്രഥൻ, ബ്ലാഹികൻ എന്നീ മഹാരഥന്മാർ അവരുടെ അലംഘ്യമായ എന്ന് വെച്ചാൽ ആർക്കും ലംഘിക്കാൻ പറ്റാത്ത, എന്ന് വെച്ചാൽ ആർക്കും തടയാൻ പറ്റാത്ത ആയുധങ്ങൾ എനിക്കെതിരെ പ്രയോഗിച്ചു. ആര് പറയുന്നതാണ്? അർജുനൻ യുധിഷ്ഠിരനോട് പറയുകയാണ് അല്ലെ. എന്നാൽ അദ്ദേഹത്തിന്റെ ഭഗവാന്റെ കൃപയാൽ അവയ്ക്കൊന്നും തന്നെ എന്റെ ശിരസിലെ ഒരു കേശത്തെ പോലും സ്പർശിക്കുവാൻ കഴിഞ്ഞില്ല, ഒരു തലമുടിയെ പോലും അഫക്റ്റ് ചെയ്തില്ല എന്നാണ്. നരസിംഹ ഭഗവാന്റെ പരമഭക്തനായ പ്രഹ്ലാദ് മഹാരാജാവിന്റെ മേൽ അസുരന്മാർ പ്രയോഗിച്ച ആയുധങ്ങളൊന്നും തന്നെ അദ്ദേഹത്തെ ബാധിക്കാത്തത് പോലെ ആയിരുന്നു ഇത്. അപ്പൊ ഒരു ഉപമ പറഞ്ഞതാണ്. ഇതുപോലെ പ്രഹ്ലാദന് ഭഗവാന്റെ സംരക്ഷണം ഉണ്ടായതുപോലെ തന്നെയാണ് അർജുനന് ശ്രീകൃഷ്ണ ഭഗവാന്റെ സംരക്ഷണം യുദ്ധക്കളത്തിൽ ഉണ്ടായത്, കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ ഉണ്ടായത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെയാണ് ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നാണ്. ആ വർഷം ശിലപ്രഭാതർക്ക് ജയ്. നരസിംഹദേവന്റെ മഹാഭക്തനായ പ്രഹ്ലാദ് മഹാരാജാവിന്റെ ചരിതം ശ്രീമദ് ഭാഗവതം 7ാം സ്കന്ധത്തിൽ 7ാമത്തെ സ്കന്ധത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഇപ്പൊ നമ്മൾ കുറെ ദിവസമായിട്ട് അതൊക്കെ കേൾക്കുന്നുണ്ട് അല്ലെ. നരസിംഹ ജയന്തിയെ തുടർന്ന് നമ്മൾ പ്രഹ്ലാദ മഹാരാജാവിനെ ഭഗവാനെയും കുറിച്ച് ഒരുപാട് കേൾക്കുന്നുണ്ട്. അപ്പൊ അത് 7ാമത്തെ സ്കന്ധത്തിലാണ്. ഭഗവാന്റെ പരിശുദ്ധ ഭക്തനായി തീർന്നുവെന്ന് ഏക കാരണത്താൽ കേവലം 5 വയസ്സ് മാത്രം പ്രായമായ ബാലകനായിരുന്നപ്പോൾ തന്നെ പ്രഹ്ലാദ മഹാരാജാവ് തന്റെ അതിശക്തനായ പിതാവ് ഹിരണ്യകശിപുവിന്റെ ദ്വേഷത്തിന് പാത്രമായി. അപ്പൊ എന്താ കാരണം? വിഷ്ണുവിന്റെ ഭക്തനായത് കൊണ്ടാണ്
അല്ലാതെ ഹിരണ്യകശിപുവിന് ബാലനെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. അപ്പൊ പക്ഷെ എന്താണ് 3 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ആയിരുന്നു ഹിരണ്യകശിപുവിന് ഉണ്ടായിരുന്നെന്നാണ് കേട്ടത്. അപ്പൊ അതില് ഇളയ മകനായിട്ട് വരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ വിഷ്ണുവിന്റെ ഭക്തനായിരുന്നു എന്നതുകൊണ്ട് ഒറ്റ കാരണത്താലാണ് എന്ത് ചെയ്ത് വെറുക്കാനായിട്ട് കാരണമായത്. അസുരനായ പിതാവ് കൈവശമുള്ള സമസ്ത ആയുധങ്ങളും എല്ലാ ആയുധങ്ങളും ഭക്തനായ പുത്രൻ പ്രഹ്ലാദനെ വധിക്കുവാനായി പ്രയോഗിച്ചുവെങ്കിലും ഭഗവത് കൃപയാൽ പിതാവിന്റെ ഈ എല്ലാവിധ ആപത്കരമായ പ്രവർത്തികളിൽ നിന്നും അദ്ദേഹം പരിരക്ഷിക്കപ്പെട്ടു. അപ്പൊ ആര് സംരക്ഷണം നൽകി? ഭഗവാന്റെ ഭക്തനെ ഭഗവാൻ സംരക്ഷണം നൽകി. ആപത്ത് വരുത്തുന്ന എന്ന് വെച്ചാൽ മരണം പോലും വരുന്ന തരത്തിലുള്ള പ്രവർത്തികളായിരുന്നു എല്ലാം ചെയ്തത്. അപ്പൊ അതിനെക്കുറിച്ച് ഇങ്ങോട്ട് പറയുന്നുണ്ട്. അദ്ദേഹം അഗ്നിയിൽ എറിയപ്പെട്ടു, തിളച്ച എണ്ണയിലും ഗിരിശൃംഗങ്ങളിൽ നിന്നും വലിയ മലകളുടെ അല്ലെ പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് താഴോട്ട് എറിയപ്പെട്ടു. തിളച്ച എണ്ണയിലും ഗിരിശൃംഗങ്ങളിൽ നിന്നും കരിവീരന്മാരുടെ പാദങ്ങളുടെ അടിയിൽ നിന്നും എന്ത് ചെയ്തു? വലിച്ചെറിയപ്പെട്ടു. മാത്രവുമല്ല അദ്ദേഹത്തിന് വിഷവും നൽകപ്പെട്ടു. അവസാനം പിതാവ് സ്വയം പ്രഹ്ലാദനെ വധിക്കുവാനായി വാളെടുത്തു. ഹരികൃഷ്ണ, 1 മിനിറ്റ്. മാതാജിയെ കോച്ചാക്കിയില്ലല്ലോ. ഹരികൃഷ്ണ കേൾക്കാമോ? ഹരികൃഷ്ണ കേൾക്കാം മാതാജി, കേൾക്കാം. കേൾക്കാം മാതാജി, കേൾക്കാം. മാതാജിയെ കോച്ചാക്കിയില്ലല്ലോ മാതാജി. ഇനിയിപ്പോ സമയം ഇങ്ങനെ ആ, പൊയ്ക്കൊണ്ടിരിക്കും. ഇനിയിപ്പോ കഴിഞ്ഞു. ഹരികൃഷ്ണ. അവസാനം പിതാവ് സ്വയം പ്രഹ്ലാദനെ വധിക്കുവാനായി വാളെടുത്തു. അപ്പോൾ നരസിംഹദേവൻ പ്രത്യക്ഷപ്പെടുകയും നിഷ്ഠൂരനായ പിതാവിനെ പുത്രന്റെ സാന്നിധ്യത്തിൽ വധിക്കുകയും ചെയ്തു. ആകയാൽ ആർക്കും തന്നെ ഭഗവത് ഭക്തനെ ഹനിക്കുവാൻ സാധ്യമല്ല. അതുപോലെ ഭീഷ്മരെ പോലുള്ള ശ്രേഷ്ഠരായ പ്രതിയോഗികൾ ആപത്കരമായ സകലവിധ ആയുധങ്ങളും പ്രയോഗിച്ചുവെങ്കിലും അർജുനനെ ഭഗവാൻ പരിരക്ഷിച്ചു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഇനിയിപ്പോ ഇതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഒരുപാട് കേട്ടത് പ്രഹ്ലാദ മഹാരാജാവിനെ കുറിച്ച്. അടുത്ത കർണനെ കുറിച്ച് പറയുകയാണ്. അപ്പൊ ഇതില് ഇതാണ് ഒരു പ്രധാന കഥാപാത്രമാണ് മഹാഭാരത യുദ്ധത്തിലെ കർണൻ അല്ലെ. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് കുറച്ച് പറയുന്നുണ്ട്. മഹാരാജാവ് പാണ്ഡുവുമായുള്ള വിവാഹത്തിന് മുമ്പ് കുന്തി ദേവിക്ക് സൂര്യദേവനിലുണ്ടായ പുത്രനാണ് കർണൻ. നിർഭയനായ ഒരു ധീരൻ നായകനുള്ള അസാധാരണ അടയാളങ്ങളായ കവചകുണ്ടലങ്ങളോടുകൂടി ജനിച്ചവൻ. തുടക്കത്തിൽ വസുസേനൻ എന്നായിരുന്നു നാമധേയം. അപ്പൊ ആരിപ്പിട്ടതാണ്? അതാണ് മാതാപിതാക്കൾ ഇട്ട പേരാണ് വസുസേനൻ എന്ന്. അത് കഴിഞ്ഞപ്പോ കർണൻ മുതിർന്നപ്പോൾ തന്റെ നൈസർഗികമായ കവചകുണ്ടലങ്ങൾ ദേവേന്ദ്രന് സമ്മാനിക്കയാൽ അന്നു മുതൽ വൈകർത്തനൻ എന്ന നാമത്തിലും അറിയപ്പെട്ടു. 17 പേരുകൾ കർണനുണ്ട്. 1ഉം 2ഉം പേരല്ല, 17 പേരുകളാണ് കർണനുള്ളത്. അപ്പൊ എന്താണ് വൈകർത്തനൻ? അത് കൃഷ്ണൻ തന്നെ നൽകിയ പേരാണ്. ദേവേന്ദ്രൻ എങ്ങനെ? അതൊക്കെ നമുക്ക് കഥ അറിയാം അല്ലെ. അപ്പൊ ഈ കർണ ഏതാണ്? ഈ കവചകുണ്ടലങ്ങൾ സ്വർണ്ണ നിറത്തിലുള്ളതാണ് അല്ലെ. അതോടുകൂടിയാണ് ജനിച്ചത്. അപ്പൊ അമ്പുകളൊന്നും ആരെ ഏൽക്കത്തില്ല? കർണന. ഏത് ദിവ്യ അമ്പുകൾ എഴുതാലും ഏൽക്കത്തില്ല കർണൻ അല്ലെ. അപ്പൊ കർണനെ പരാജയപ്പെടുത്തണമെങ്കിൽ ആരാണ്? ഭീഷ്മ മഹാദേവൻ 10ാമത്തെ ദിവസം ശരശയ്യയിലായി. അത് കഴിഞ്ഞപ്പോ കർണൻ എന്ത് ചെയ്തു? യുദ്ധകളത്തിലെത്തി അല്ലെ. അപ്പോ കർണനെ പരാജയപ്പെടുത്തണമെങ്കിൽ കർണന്റെ കവചകുണ്ടലങ്ങൾ ഇല്ലായ്മ ചെയ്യണം. അതിനെന്ത് ചെയ്തു? ഇന്ദ്രൻ തന്നെ എന്ത് ചെയ്യുന്നു? കർണന്. ഇന്ദ്രൻ ആരാണ്? അർജുനന്റെ പിതാവാണ് അല്ലെ. അപ്പൊ കർണനോട് രാവിലെ പ്രഭാത സമയത്തുള്ള പൂജകൾ ചെയ്ത് കഴിയുമ്പോൾ
ആരെന്ത് ചോദിച്ചാലും കർണൻ കൊടുക്കും. ദയാശീലനാണ് അല്ലെ. അപ്പൊ കർണനെ കുറിച്ച് അങ്ങനെ പേര് തന്നെ ഉണ്ട്, ഇടിയം തന്നെ ഉണ്ട്. എന്താണ്? ദാനശീലത്തിൽ അല്ലെ. കർണനാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്നുള്ളത് മലയാളത്തിൽ പാട്ടും തന്നെയുണ്ട്. അപ്പൊ ആ സമയത്ത് ഇന്ദ്രൻ എന്ത് ചെയ്തു? ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ വരികയും ഭിക്ഷ യാചിക്കുകയും ചെയ്തു. അപ്പൊ എന്ത് ഭിക്ഷ വേണമെന്ന് ചോദിച്ചാൽ കൊടുക്കുമല്ലോ. അപ്പൊ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോഴാണ് ഈ കവചകുണ്ടലങ്ങൾ ചോദിക്കുകയും അപ്പൊ തന്നെ എന്ത് ചെയ്തു? അത് വാളെടുത്ത് അറുത്ത് കൊടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പൊ വാളെടുത്ത് ഇതാണ് കവചവും കുണ്ടലവും അറുത്ത് കൊടുത്തു. അതാണ് വൈകർത്തനൻ എന്നുള്ള പേര് വരാൻ കാരണം. ഇങ്ങനെ അറുത്ത് കൊടുത്തത് കൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് അശ്വിനി കുമാരന്മാരുടെ മക്കളായ ആരൊക്കെയാണ്? പാണ്ഡവർ. താഴെയുള്ള 2 മക്കൾ ആരൊക്കെയാണ്? സകലനും സഹദേവനും. അവർ രണ്ടുപേരും കൂടെയാണ് കുന്തി ആവശ്യപ്പെട്ടത് പ്രകാരം കർണനെ ശുശ്രൂഷിച്ച് ചികിത്സിച്ച് കർണനെ പഴയ രീതിക്ക് ആക്കിയത്. അപ്പം ഈ കവചകുണ്ടലങ്ങൾ നഷ്ടപ്പെട്ടപ്പം അത് കർണന്റെ വീര്യത കുറയ്ക്കാൻ ഒരു കാരണവും കൂടെ ആകുന്നു അല്ലെ. എന്നുവെച്ചാൽ അമ്പുകളെല്ലാം കൊള്ളും എന്നുള്ളതാണ്. അപ്പോൾ ദിവ്യ ആയുധങ്ങൾ അർജുനൻ ഉപയോഗിച്ചാലും അത് ശരീരത്തിൽ കൊള്ളും എന്നുള്ള ഒരവസ്ഥയിൽ വന്നു. അപ്പൊ പല പല പേരുകൾ അങ്ങനെ ഇദ്ദേഹത്തിന് ലഭിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതില് കുറെ അധികം പേരുകൾ പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ. അന്ന് മുതൽ ഈ കന്യകയായ കുന്തിക്ക് ജനിച്ച അദ്ദേഹത്തെ ഗംഗാ നദിയിൽ ഉപേക്ഷിച്ചു. ഇതൊക്കെ നമുക്ക് കഥ അറിയാമെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് കർണന്റെ പല പല പേരുകളുണ്ട്. അതെല്ലാം ഇന്ദ്രനെ കൊടുത്തത് കാരണമാണ് പുതിയ പേര് അർജുനൻ ഭഗവാൻ നൽകിയത്. പിന്നെ രാധേയൻ, പിന്നെ പിന്നെ വേറെ ഏതൊക്കെ പേരാണ് കൊടുത്തത്? കുറെ പേരുകളുണ്ടല്ലോ, അറിയാമല്ലോ നിങ്ങൾക്ക്. ഹരേ കൃഷ്ണ. വേറെ പേരുകൾ വല്ലതും അറിയാമോ? വൈകർത്തനനും വസുസേനനും കർണനും. രാധയെന്ന് കേട്ടിട്ടുണ്ട്, അല്ലാണ്ട് കേട്ടിട്ടില്ല. ഞാൻ ബാക്കി പേര് രാധയുടെ മകനായോണ്ട് ഞാൻ ബാക്കി പേരുകൾ പറഞ്ഞു തരാം. ആതിഥേയന്റെ പുത്രനായതുകൊണ്ട് അതിൽ നിന്നും ഒരു പേരും വരുന്നുണ്ട്. അങ്ങനെ പല പല പേരുകൾ ഞാൻ നോക്കുമ്പോ സമയം പോകും, അതുകൊണ്ടാണ് പിന്നീട് പറഞ്ഞുതരാം. പിന്നീട് അദ്ദേഹത്തെ നദിയിൽ നിന്ന് എടുത്ത അതിരഥനും പത്നി രാധയും അവരുടെ പുത്രനായി വളർത്തി. കർണൻ വിശേഷിച്ചും ബ്രാഹ്മണരോട് അതീവ ദാനശീലനായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഇതിലിട്ടേരാം, നമ്മളെ ഗ്രൂപ്പിലിട്ടേക്കാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും വായിക്കാമല്ലോ. ഒരു ബ്രാഹ്മണന് നൽകാൻ കഴിയാത്തതായി അദ്ദേഹത്തിന് ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പൊ ബ്രാഹ്മണ വേഷത്തിലാണ് ഇന്ദ്രൻ വന്നത് അല്ലെ. അപ്പൊ അത് കാരണമാണ് അദ്ദേഹം സ്വന്തം കവചവും കുണ്ടലും എല്ലാം നൽകിയതും. ഇതേ ഉദാര മനോഭാവത്തിലാണ് ജന്മനായുള്ള തന്റെ കവച കുണ്ടലങ്ങൾ അദ്ദേഹം ദേവേന്ദ്രന് നൽകിയത്. തന്മൂലം കർണനിൽ അത്യന്തം സംപ്രീതനായ ദേവേന്ദ്രൻ ശക്തി എന്ന അതിശക്തമായ ആയുധം അദ്ദേഹത്തിന് പകരമായി സമ്മാനിച്ചു. ആ ആയുധത്തിന്റെ പ്രയോജനം നമുക്കറിയാം. അപ്പൊ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇന്ദ്രൻ അല്ലെ. അപ്പം സ്വന്തം മകനെ രക്ഷിക്കാനായിട്ട് തന്റെ ശക്തിയാണ് ഈ കവചകുണ്ടലങ്ങൾ അത് നൽകിയപ്പോ ഇന്ദ്രന് വളരെ സന്തോഷമായി പകരം നൽകിയ ഒരു ആയുധമാണ് ശക്തി. അത് പക്ഷെ ഒരു സമയത്തെ ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്തു? കൗരവർ ഈ ആയുധം അർജുനന് നേരെ പ്രയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് കരുതി വച്ചിരിക്കുകയായിരുന്നു. കാരണം എന്താണ്? ഈ ആയുധം കൊണ്ട് അർജുനനെ വധിക്കാൻ പറ്റൂ, ദേവേന്ദ്രൻ തന്നെ നൽകിയ ആയുധമല്ലേ. അതുകൊണ്ട് അതിനങ്ങനെ കരുതി വെച്ചിരുന്നപ്പോഴാണ് ഭഗവാൻ എന്ത് ചെയ്തു? ഹിഡുംബനെ കൊണ്ടുവന്നത് അല്ലെ. ഹിഡുംബിയുടെ മകൻ അല്ലെ. അപ്പൊ അദ്ദേഹത്തെ യുദ്ധത്തിന് ഇറക്കിയായിരുന്നു ചെയ്തത്. രാത്രി യുദ്ധത്തിന് അല്ലെ. രാത്രി അവരെന്ത് ചെയ്തു? ദുര്യോധനന്റെ വക്രബുദ്ധി കൊണ്ടാണ് രാത്രി ആരെ ആക്രമിക്കാൻ പോയത്? പാണ്ഡവരെ ആക്രമിക്കാൻ പോയത്. കാരണം എന്താണ്? പകൽ സമയത്തോ സൂര്യനുള്ള സമയത്തെ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ. ധർമ്മയുദ്ധമാണ് അല്ലെ. അപ്പൊ ഇവരെന്ത് ചെയ്തു? രാത്രി യുദ്ധം ചെയ്യാനായിട്ട് പോയി. പക്ഷെ എന്താണ്? അർജുനനും രാത്രിയും പകലും ഒരേപോലെ യുദ്ധം ചെയ്യാനായിട്ട് സാധിക്കും. അത് കൗരവർക്ക് അറിയില്ല, എന്തോ ദ്രോണർക്കറിയാം.
പക്ഷെ എന്താണ് ഒരു വക്രബുദ്ധി കൊണ്ട് അങ്ങനെ ഒരു എന്താണ് വേണ്ടാത്ത കാര്യം ഇവർ ചെയ്യുകയും ആ സമയത്ത് ഭീമന്റെ മകനെ വിളിക്കാൻ കൃഷ്ണൻ ആവശ്യപ്പെടുകയും അങ്ങനെയാണ് നമ്മൾ മഹാഭാരതത്തിൽ കണ്ടിട്ടുണ്ട് അല്ലേ. ധാരാളം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സൈന്യത്തെ കൊന്നൊടുക്കാൻ ആർക്ക് സാധിച്ചു? ഈ ഹിഡംബന് സാധിച്ചു. ഒരു കാലെടുത്ത് വെക്കുമ്പോ തന്നെ 1000 പേരെങ്കിലും ചത്തൊടുങ്ങും അല്ലെ. അവസാനം നാശം ഇങ്ങനെ വിതയ്ക്കുകയായിരുന്നു. ഒന്നാമത് രാത്രിയാണ് അസുരന്മാർക്ക് ശക്തി കൂടുന്നത് അല്ലെ. ഇത് രാത്രി യുദ്ധവും കൂടെ ആയിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? ലക്ഷക്കണക്കിന് സൈന്യങ്ങളെ ഇങ്ങനെ കൊന്നെടുക്കുന്ന കണ്ടപ്പോ അവസാനം എന്താ ഗതികെട്ട് ഈ ശക്തി എന്നുള്ള ആയുധം ഉപയോഗിക്കേണ്ടി വന്നു. അങ്ങനെ ഹിഡംബനെ വധിക്കുകയുണ്ടായി. അപ്പോ അർജുനന് വേണ്ടി കരുതി വെച്ചിരുന്ന ശക്തി എന്നുള്ള ആയുധം അങ്ങനെ എന്ത് ചെയ്തു? നഷ്ടപ്പെടുത്തുകയായിരുന്നു ദുര്യോധനന്റെ വക്രബുദ്ധി കൊണ്ട് സാധിച്ചത് എന്നുള്ളതാണ്. അതെല്ലാം ഭഗവാന്റെ ഒരു അടവായിട്ടാണ് വരുന്നത് അല്ലെ, ലീലയായിട്ടാണ് വരുന്നത്. ദ്രോണാചാര്യരുടെ ശിഷ്യരിൽ ഒരുവനായി അംഗീകരിക്കപ്പെട്ട കർണനും അർജുനനും ഇടയിൽ ആരംഭം മുതൽക്ക് തന്നെ വൈരമുണ്ടായിരുന്നു. അവർക്ക് മധ്യേയുള്ള ഈ നിരന്തര സ്പർദ്ധ വീക്ഷിച്ച ദുര്യോധനൻ കർണനെ തന്റെ കൂട്ടാളിയാക്കി. ദ്രോണാചാര്യരുടെ ശിഷ്യരിൽ ഒരുവനായി അംഗീകരിക്കപ്പെട്ട കർണൻ എന്നിവിടെ പറയുന്നു. പക്ഷെ പരശുരാമനിൽ നിന്നാണ് കർണൻ ആയോജന വിദ്യ പഠിച്ചത് അല്ലെ. ദ്രോണാചാര്യർ ഇദ്ദേഹത്തെ കൂട്ടിയില്ല. ശിഷ്യനായിട്ട് കൂട്ടിയില്ലായിരുന്നു. കൗരവരുടെയും പാണ്ഡവരുടെയും കൂട്ടത്തിൽ കൂട്ടിയിട്ടില്ലായിരുന്നു. ആയുധവിദ്യ പഠിച്ചത് പരശുരാമനിൽ നിന്നാണ്. പക്ഷെ അവിടെയും ശാപത്താലാണ് വന്നത് അല്ലെ. കാരണം എന്താണ്? ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാണ് ആയോജന വിദ്യ പഠിക്കാൻ ചേർന്നത്. അപ്പൊ ക്ഷത്രിയ വംശത്തെ മുഴുവൻ വധിക്കുന്നതാണ്. 21 ക്ഷത്രിയ വംശത്തെ വധിച്ചയാളാണ് ആരാ? പരശുരാമൻ അല്ലെ. അപ്പൊ ക്ഷത്രിയരോട് പകയുള്ള ആളാണ്. അത് കാരണം എന്ത് ചെയ്തു? ക്ഷത്രിയനായിട്ട് പറഞ്ഞില്ല. യഥാർത്ഥത്തിൽ അതാണ് താഴ്ന്ന ജാതിക്കാരനാണ് അല്ലെ, ശൂദ്ര വംശത്തിൽ പെടുന്ന ആളാണ്. എന്നിട്ട് പക്ഷെ സൂര്യഭഗവാന്റെ മകനല്ലേ. അപ്പൊ എന്താണ്? കണ്ടാൽ ഒരു ബ്രാഹ്മണനായി തന്നെ കാണുന്നു ഉണ്ടല്ലേ. അപ്പൊ അങ്ങനെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ആയുധന വിദ്യ മുഴുവൻ പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ അവസാനമാണ് തേള് കടിച്ചതും അല്ലെ, വണ്ട് കടിച്ചതും. അപ്പൊ ഇതാണ് സഹനശക്തി കണ്ടപ്പോഴാണ് ആർക്ക് മനസ്സിലായത്? പരശുരാമന് ഇതൊരു ബ്രാഹ്മണനല്ല എന്ന് മനസ്സിലായി. അതെ, ക്ഷത്രിയൻ. ബ്രാഹ്മണൻ ഒരിക്കലും ഇത്രയും സഹനശക്തി, വേദന സഹിക്കാനുള്ള ശക്തി ഉണ്ടാവില്ല എന്ന് മനസ്സിലായത്. ചോദിച്ചപ്പോ പിന്നെ മുഴുവൻ സത്യം പറയുകയും അങ്ങനെ നീ പഠിച്ച വിദ്യകളെല്ലാം നിനക്ക് ആയിട്ട് വരുമ്പോ മറന്നു പോകട്ടെ എന്ന് ശപിച്ചു അല്ലെ. അങ്ങനെയാണ് പല വിദ്യകളും മറന്നു പോകേണ്ടി, അതായത് ആവശ്യം വന്നപ്പോൾ ഉപയോഗിക്കാൻ സാധിക്കാതെ വന്നു. അങ്ങനെ കുരുക്ഷേത്ര യുദ്ധത്തില് പരാജയത്തിനൊരു കാരണവുമായി. അതിൽ പിന്നെ തുടർന്ന് കുറെ കഥകളൊക്കെ ഉണ്ടല്ലേ. തേര് ചെളിയിൽ പുതഞ്ഞതും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് അറിയാവുന്ന കഥയാണ്. അവർക്ക് മധ്യേ എന്താണ്? ആദ്യം മുതൽക്കേ കർണനും അർജുനനും ബദ്ധശത്രുക്കളായിരുന്നു. അതാര് നിരീക്ഷിക്കുന്നുണ്ട്? ദുര്യോധനൻ നിരീക്ഷിച്ചു. അങ്ങനെ കർണനെ തന്റെ കൂട്ടാളിയാക്കി. അപ്പൊ അർജുനനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടത്ര ഏതാണ്ട് ഏകദേശം വലിയ പ്രായ വ്യത്യാസമൊന്നും ഇല്ലാത്തവരാണ് അല്ലെ. അപ്പൊ അങ്ങനെ കർണന് തന്റെ പങ്കാളിയാക്കി മാറ്റുകയായിരുന്നു ദുര്യോധനൻ ചെയ്തത്. ക്രമേണ അത് കൂടുതൽ ഉറ്റ മൈത്രി ബന്ധമായി വളർന്നു. അപ്പൊ എന്താണ്? രാജ്യം തന്നെ കൊടുത്തു അല്ലെ. ദ്രൗപദിയുടെ സ്വയംവര സഭയിൽ കർണന് സന്നിഹിതനായിരുന്നു. അപ്പൊ അവിടെയും കർണൻ എന്താണ്? പാണ്ഡവരോട് അസൂയയും കോപവും ഒക്കെ വരാനുള്ള ഒരു കാരണം കൂടെ ഇവിടെ പറയുന്നു. ദ്രൗപദിയുടെ സ്വയംവര സഭയില് എന്താണ്? ദ്രൗപദിയുടെ വിവാഹത്തിൽ പങ്കെടുത്തു. ദ്രൗപദിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ എന്താണ്? ദ്രൗപദിക്ക് അർജുനൻ തന്നെ തന്റെ വരനായിട്ട് വരണമെന്നായിരുന്നു. അത് തന്റെ സഹോദരനോട് സൂചിപ്പിക്കുകയും അങ്ങനെ എന്ത് ചെയ്തു? കർണനോ അല്ലെങ്കിൽ അർജുനനോ മാത്രമേ ഈ കറങ്ങുന്ന അല്ലെ മത്സ്യത്തിന്റെ കണ്ണില് താഴെ ജലത്തിൽ നോക്കി, കുംഭത്തിൽ നിറച്ച ജലത്തില് അതിന്റെ പ്രതിബിംബത്തിൽ നോക്കി അമ്പ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ കർണന് ഇതില് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ ഇടയാക്കരുത് കൊണ്ടാണ് എന്ത് ചെയ്തത്? ആരാണ്?
പാഞ്ചാലി സഹോദരനോട് ഇപ്പൊ ഇതാണ് എനിക്ക് ക്ഷത്രിയൻ തന്നെ ഭർത്താവായിട്ട് വരണം എന്ന് പറയുകയുണ്ടായത്. അപ്പൊ അങ്ങനെയാണ് എന്താണ് സ്വയംവരത്തിൽ നിന്ന് കർണൻ പുറത്താക്കപ്പെട്ടത്. അപ്പൊ മഹാസദസ്സിൽ തന്റെ കഴിവ് പ്രകടിപ്പിക്കാൻ തുനിഞ്ഞ കർണനെ ശൂദ്രനായ ആശാരിയുടെ പുത്രനാകയാൽ മത്സരത്തിൽ പങ്കെടുക്കാൻ അയോഗ്യനെന്ന് ദ്രൗപദിയുടെ സഹോദരൻ പ്രഖ്യാപിച്ചു. ലക്ഷ്യമായ മത്സരത്തെ ഭേദിച്ച് വിജയിയായ അർജുനന്റെ കഴുത്തിൽ ദ്രൗപദി വരണമാലി അണിയിച്ചപ്പോൾ മത്സരത്തിൽ നിരസിക്കപ്പെട്ടുവെങ്കിലും കർണനും നിരാശനായ മറ്റു രാജകുമാരന്മാരും അർജുനൻ ദ്രൗപദിയെ കൊണ്ടുപോകുമ്പോൾ പതിവില്ലാത്ത വിധം പ്രതിബന്ധം സൃഷ്ടിച്ചു. അത് നമ്മൾ മഹാഭാരത സീരിയലിൽ കണ്ടതാണ് അല്ലേ. അവിടെ ശരിക്കൊരു യുദ്ധം നടക്കുകയുണ്ടായി. പ്രത്യേകിച്ചും കർണൻ അർജുനനുമായി അത്യന്തം വീറോടെ പൊരുതി. എന്നാൽ അർജുനൻ എല്ലാവരെയും പരാജയപ്പെടുത്തി. കർണന് അർജുനനോട് നിരന്തര സ്പർദ്ധ ഉണ്ടായിരുന്നത് മൂലം ദുര്യോധനൻ കർണനിൽ വളരെയധികം പ്രസന്നനായിരുന്നു. അപ്പൊ ശത്രുവിന്റെ ശത്രു എന്റെ മിത്രം എന്ന് പറയുന്നത് പോലെ കർണൻ ആരുടെ ഉറ്റമിത്രമായിട്ട് മാറി? ദുര്യോധനന്റെ ഉറ്റമിത്രമായിട്ട് മാറി. ആകയാൽ താൻ അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ ദുര്യോധനൻ കർണനെ അംഗരാജ്യത്തെ രാജാവായി അവരോധിച്ചു. അപ്പൊ അത് നമുക്കറിയാല്ലേ. ഏതാണ് പരീക്ഷയായിരുന്നു അല്ലേ. തിരിച്ചു വന്നപ്പോ ഗുരുകുലത്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോ എല്ലാവർക്കും ഒരു പരീക്ഷ എന്നോളം ആയോജന കഴിവ് പ്രകടിപ്പിക്കാനായിട്ട് ഒരു അവസരം കൊടുത്തിരുന്നു. ആ അവസരത്തിലാണ് കർണനും എത്തി. അർജുനനെ പരാജയപ്പെടുത്താൻ ആരുമില്ലായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ കർണൻ അവിടെ എത്തുകയും അർജുനനുമായിട്ട് കർണൻ ഏറ്റുമുട്ടുകയും ചെയ്തു. അപ്പോഴെന്താണ് കർണൻ വിജയിക്കുമെന്നുള്ള ഘട്ടം വന്നപ്പോഴാണ് ആർക്കെ പറ്റുള്ളൂ? അവിടെ രാജകുമാരനെ പറ്റൂ, അല്ലെങ്കിൽ രാജാവിനെ ഇതില് ക്ഷത്രിയരോട് യുദ്ധം ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോഴാണ് അംഗരാജാവായിട്ട് ആരെ നിർദ്ദേശിച്ചത്? ദുര്യോധനൻ കർണനെ അംഗരാജാവായിട്ട് അവരോധിച്ചു. അപ്പൊ അങ്ങനെയും എന്ത് ചെയ്തു? അവിടെയും ശത്രുത കൂടാനുള്ള ഒരു കാരണം കിട്ടി അല്ലേ. ഹരേ കൃഷ്ണ. ദ്രൗപദിയെ സ്വന്തമാക്കാനുള്ള തന്റെ ഉദ്യമം വിഫലമായതിനാൽ ദ്രുപദ രാജാവിനെ ആക്രമിക്കുവാൻ കർണൻ ദുര്യോധനന് ഉപദേശിച്ചു. അപ്പൊ വിരാട് രാജ്യത്തെ ആക്രമിച്ചതും അവരുടെ ഗോക്കളെല്ലാം കവർന്നു കൊണ്ടുപോയതും ഒക്കെ ആരുടെ സ്വാധീനത്താലാണെന്നാണ് ഇവിടെ പറയുന്നത്? കർണന്റെ സ്വാധീനത്താലായിരുന്നു എന്നാണ്. അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയാൽ അർജുനനെയും ദ്രൗപദിയെയും ബന്ധനസ്ഥരാക്കാം എന്നതായിരുന്നു കാരണം. അപ്പൊ എല്ലാം വക്രബുദ്ധിയാണ് എല്ലായിടത്തും കാണുന്നത് അല്ലേ. എന്നാൽ ദ്രോണാചാര്യൻ മനസ്സിലിങ്ങനെ വിദ്വേഷമാണ് കിടക്കുന്നത് അല്ലേ. എല്ലാം നല്ല ദാനശീലനാണ്. അമ്മയും മാതാപിതാക്കളോട് അങ്ങേയറ്റം സ്നേഹമാണ് അല്ലെ ഒക്കെയാണ്. എങ്കിലും പാണ്ഡവരോട്, പ്രത്യേകിച്ച് അർജുനനോട്, പിന്നീട് ദ്രൗപദിയോടും അങ്ങേയറ്റത്തെ വിദ്വേഷമാണ്. അപ്പൊ അതുകൊണ്ട് പല പല കാര്യങ്ങൾ ഇങ്ങനെ കർണൻ ചെയ്തു കൂട്ടി കർണന്റെ പേരിന് ശ്രേഷ്ഠതയ്ക്ക് ദോഷം വരുത്തുകയായിരുന്നു ചെയ്തത്. എന്നാൽ ദ്രോണാചാര്യർ അവരുടെ ഗൂഢാലോചനക്കെതിരെ ശക്തമായി താക്കീത് ചെയ്തു. അപ്പൊ ദ്രോണരും യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം അത് തടസ്സം ചെയ്തു. ആകയാൽ അവർ ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. എന്തായാലും ഗോക്കളെല്ലാം കവർന്നു കൊണ്ടുപോയി. കർണൻ അർജുനനോട് മാത്രമല്ല ഭീമസേനോട് നിരവധി തവണ പരാജയപ്പെട്ടു. ഇന്നത്തെ ബംഗാൾ, ഒറീസ, മദ്രാസ് സംസ്ഥാനങ്ങളുടെ സംയുക്ത രാജ്യത്തിന്റെ രാജാവായിരുന്നു അദ്ദേഹം. എവിടമായിരുന്നു? ഏത് രാജ്യമാണ്? ഏത് രാജ്യത്തെ രാജാവായിരുന്നു കർണൻ? അംഗരാജ്യം എവിടെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബംഗാൾ, ഒറീസ, മദ്രാസ് സംസ്ഥാനങ്ങളുടെ സംയുക്ത രാജ്യത്തിന്, നമ്മളെ തെക്കേ ഇന്ത്യയിലെ മദ്രാസ് അല്ല, രാജാവായിരുന്നു അദ്ദേഹം. പിന്നീട് മഹാരാജാവ് യുധിഷ്ഠിരന്റെ രാജസൂയ യജ്ഞത്തിൽ അദ്ദേഹം സജീവ പങ്ക് വഹിച്ചു. ശകുനിയുടെ പദ്ധതിയിൽ രൂപം കൊണ്ട വൈരികളായ സഹോദരന്മാർ തമ്മിലുള്ള ചൂതുകളിയിൽ കർണനും പങ്കെടുത്തു. ചൂതുകളിയിൽ ദ്രൗപദിയെ പണയം വെച്ചപ്പോൾ അദ്ദേഹം വളരെയധികം സന്തുഷ്ടനായി. അവിടെ നമ്മൾ ഇതിൽ കാണുന്നുണ്ട് അല്ലെ, ദ്രൗപദിയെ മോശമായിട്ടാണ് ചിത്രീകരിച്ചത് കർണൻ അല്ലെ. 5 പതിമാരോടൊപ്പം വസിക്കുന്ന സ്ത്രീ എന്തെല്ലാം പതിവ്രതയല്ല എന്നൊക്കെയായിരുന്നു അവിടെ അധിക്ഷേപിച്ചത്.
അതുകൊണ്ട് എന്താണ്, പണയം വയ്ക്കാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നാണ്. കുലീനത്വമില്ലാത്ത സ്ത്രീയാണ് എന്നൊക്കെയാണ് അവിടെ പറഞ്ഞത്. കൃഷ്ണ ഇത് അദ്ദേഹത്തിന്റെ പഴയ വിദ്വേഷത്തെ പോഷിപ്പിച്ചു, ദ്രൗപദിയോടുള്ള ദേഷ്യം. ചൂതുകളിയിൽ ദ്രൗപദിയെ നഷ്ടപ്പെട്ടപ്പോൾ ആ വൃത്താന്തം വിളിച്ചറിയിക്കാൻ കർണൻ അത്യൗത്സുക്യം കാട്ടി എന്നാണ്. അപ്പൊ എന്താണ്, ചൂതുകളിയില് ദ്രൗപദിയെയും പണയം വെക്കേണ്ടി വന്നു. അങ്ങനെ അപ്പോഴും തോറ്റപ്പോ ദ്രൗപദി ദാസിയായിട്ട് മാറി അല്ലെ. അപ്പൊ എന്താണ്, അത് വിളിച്ചു പോവാനായിട്ട് ആർക്കായിരുന്നു കൂടുതൽ താല്പര്യം? കർണനാണ് കൂടുതൽ താല്പര്യം എന്ന് പറയുന്നു. മാത്രവുമല്ല, ദുശാസനനോട് പാണ്ഡവരുടെയും ദ്രൗപദിയുടെയും ഉടയാടകൾ പിടിച്ചെടുക്കുവാൻ ആജ്ഞാപിച്ചതും കർണനായിരുന്നു. അപ്പൊ ഇവിടെ ഉടയാടകൾ പിടിച്ചെടുക്കാനായിട്ട് പറയാനായിട്ട് ഒരു കാരണം ഉണ്ടായിരുന്നു. പണ്ട് എന്താണ്, നേരത്തെ രാജസൂയ യജ്ഞത്തിൽ പങ്കെടുക്കാനായിട്ട് പോയപ്പോ എന്ത് ചെയ്തു, ഇവരുടെ ആയുധങ്ങളെല്ലാം ദ്രൗപദി പറഞ്ഞാണ് ഇവരുടെ ആയുധങ്ങളെല്ലാം പിടിച്ചു വാങ്ങിയത് അല്ലെ. അപ്പൊ ഇവരെ ശിക്ഷ കൊടുക്കണം എന്ന് ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോട് ആവശ്യപ്പെട്ടു. കാരണം എന്താണ്, രാജസൂയ സ്ഥലത്ത് വെച്ചിട്ട് സഭയിൽ വെച്ച് യുദ്ധത്തിന് തയ്യാറായി എന്നതുകൊണ്ട് ഇവർക്ക് ശിക്ഷ കൊടുക്കണം എന്ന് യുധിഷ്ഠിരനോട് ഭഗവാൻ ആവശ്യപ്പെട്ടു. പക്ഷെ എന്താണ്, യുധിഷ്ഠിരൻ ഇവർക്ക് ശിക്ഷ കൊടുക്കാനായിട്ട് തയ്യാറായില്ല. കാരണം എന്താണ്, വലിയ ചെണ്ട മക്കളാണ് എന്നുള്ളത് കൊണ്ട്. അപ്പൊ ദ്രൗപദി പറഞ്ഞു, എന്നാ അവരോട് എന്ത് ചെയ്യുക, അവരുടെ ആയുധങ്ങൾ പിടിച്ചു വാങ്ങുക എന്ന് പറഞ്ഞു. അത് അവരെ ശിക്ഷിക്കുന്നതിന് തുല്യമായിട്ട് മാറും. അപ്പൊ അതിന് പകരമായിട്ട് ഇവിടെ എന്ത് ചെയ്തു, ഉടയാടകൾ പറിച്ചെടുത്തു സഭയിൽ വെച്ചല്ലേ. പാണ്ഡവർക്ക് ചൂതുകളിൽ ദ്രൗപദിയെ നഷ്ടമാവുകയാൽ അവൾ കൗരവരുടെ അടിമയാണെന്ന്. അതിനാൽ മറ്റൊരു ഭർത്താവിനെ വരിക്കുവാനും കർണൻ ദ്രൗപദിയോട് ആവശ്യപ്പെട്ടു. അപ്പൊ ഒരു പതിവ്രതയോട് ഇങ്ങനെ പറയാൻ പാടില്ല അല്ലെ. ഒരു പതിവ്രതയാണ് ആര്, ദ്രൗപദി. അപ്പൊ ഇപ്പം ഭർത്താക്കന്മാരെല്ലാം ആരായിട്ട് മാറി, ദാസന്മാരായിട്ട് മാറി. അതുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ വേറൊരു കല്യാണം കൂടെ കഴിച്ചോ, നമ്മളെല്ലാം കഴിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. നിനക്ക് വേണമെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും വേണമെങ്കിൽ കല്യാണം കഴിക്കാം എന്നതുപോലെയൊക്കെ പറഞ്ഞു. അതൊക്കെ കുലസ്ത്രീയെ അപമാനപ്പെടുത്തുന്നതാണ്. അദ്ദേഹം സദാ പാണ്ഡവരുടെ ശത്രുവായിരുന്നു. അവസരം ലഭിക്കുമ്പോഴൊക്കെ അവരെ എല്ലാ വിധത്തിലും കീഴ്പ്പെടുത്തുവാൻ ശ്രമിച്ചിരുന്നു. കുരുക്ഷേത്ര യുദ്ധവേളയിൽ നിർണായകമായ ഫലം എന്തെന്ന് അദ്ദേഹം മുൻകൂട്ടി ദർശിച്ചിരുന്നു. അർജുനന്റെ സാരഥിയായ ശ്രീകൃഷ്ണ ഭഗവാൻ ഇരിക്കുന്നതിനാൽ യുദ്ധം ജയിക്കുന്നത് അർജുനനായിരിക്കുമെന്ന് കർണൻ വെളിപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ ആ കർണന് ദീർഘവീക്ഷണമുണ്ട്. അപ്പൊ ഭഗവാൻ ഉള്ളിടത്ത് ആരെ ജയിക്കോ, പാണ്ഡവരെ ജയിക്കൂ എന്നറിയാം. എന്നാലും അങ്ങേയറ്റം യുദ്ധം ചെയ്യുക എന്നതാണ്. അദ്ദേഹം ഭീഷ്മരുമായി സദാ വിയോജിച്ചിരുന്നു. ഭീഷ്മരുമായിട്ട് വിയോജിക്കാൻ കാരണം എന്താ, യുദ്ധത്തിൽ പങ്കെടുക്കാൻ മഹാസാരഥിയായിട്ട് വന്നപ്പോ തന്നെ ഭീഷ്മർ പറയുകയുണ്ടായി, കർണൻ യുദ്ധത്തിൽ പങ്കെടുത്താൽ ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്ന് അല്ലെ. അപ്പൊ അതാണ് ചീഫ്റ്റനാണ് അല്ലെ. എല്ലാത്തിന്റെയും നേതൃത്വം ആർക്കാണ് നൽകിയിരുന്നത്, ഭീഷ്മാചാര്യനാണ് നൽകിയിരുന്നത്. അപ്പൊ കർണൻ പങ്കെടുത്താൽ ഭീഷ്മദേവൻ മാറി നിൽക്കുമെന്ന് പറഞ്ഞപ്പോ കർണനെ മാറ്റി നിർത്തേണ്ടി വന്നു. അതുകൊണ്ടാണ് ഭീഷ്മ വീണതിന് ശേഷം ശയ്യയിലെത്തിയതിനു ശേഷം കർണൻ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. അതുമാത്രമല്ല, കർണനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരണങ്ങൾ ആർക്കറിയാമായിരുന്നു, ഭീഷ്മദേവൻ അറിയാമായിരുന്നു. ഇത് കുന്തിദേവിയുടെ മകനാണെന്നും എല്ലാം ആർക്കറിയാം, ഭീഷ്മദേവൻ അറിയാം. അതേപോലെ വില്ലാളി വീരനാണ്, അർജുനനെ പരാജയപ്പെടുത്താൻ പോകുന്ന ഒരൊറ്റ ആൾ ആര് മാത്രമായിരിക്കും, കർണൻ മാത്രമായിരിക്കും. പാണ്ഡവരുടെ സൈന്യത്തിന് അല്ലെങ്കിൽ പാണ്ഡവരുടെ പരാജയം അത് കാരണം ഉണ്ടാകും എന്നെല്ലാം ഭീഷ്മർക്ക് അറിയാമായിരുന്നു. അതുപോലെ അധർമ്മികളുമായിട്ടാണ് ഭീഷ്മർ കൂട്ടുകൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കർണനെ അകറ്റി നിർത്തിയത് ഭീഷ്മർ. പക്ഷെ ഈ ആയുധ വിദ്യകളൊക്കെ പഠിക്കാൻ ഉപദേശിച്ചത് ഭീഷ്മരായിരുന്നു ആദ്യം. പക്ഷെ പിന്നീട് അത് പാണ്ഡവർക്ക് ഒരു ആരായിട്ട് മാറും, എതിരാളിയായിട്ട് മാറുന്നു എന്ന് കണ്ടപ്പോഴാണ് ഭീഷ്മർ കർണനിൽ നിന്ന് അകന്നു നിന്നത്, കർണന്റെ അഭിപ്രായത്തോട് വിയോജിച്ചത്. ചിലപ്പോഴൊക്കെ ഭീഷ്മർ തന്റെ പദ്ധതികളിൽ ഇടപെടാതിരുന്നെങ്കിൽ പാണ്ഡവരെ മുഴുവൻ 5 ദിവസത്തിനുള്ളിൽ താൻ ഇല്ലാതാക്കുമെന്ന് കർണൻ വീമ്പിളക്കിയിരുന്നു. ഇത് കൂടെ വായിച്ചു നിർത്താമോ? ഹരേ കൃഷ്ണ. അത് മാതാജി ഇന്ന് ക്ലാസ് ആയിരിക്കും ഇല്ലെന്ന് തോന്നുന്നു, സാറ്റർഡേ. ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടെന്ന്. ഞാൻ പെട്ടെന്ന് വായിച്ചല്ല, ഇതെല്ലാം അധികം എക്സ്പ്ലെയിൻ ചെയ്യാനില്ല.
ഇത് ഈ പാരഗ്രാഫ് മാത്രം. എന്നാൽ ഭീഷ്മർ അന്ത്യശ്വാസം വലിച്ചപ്പോ കർണൻ അതിയായി വ്യസനിച്ചു. അപ്പൊ ഭീഷ്മർ വീണപ്പോ ആർക്ക് ദുഃഖം വന്നു? കർണന് ദുഃഖം വന്നു എന്നാണ് പറയുന്നത്. ദേവേന്ദ്രനിൽ നിന്ന് ലഭിച്ച ശക്തി ആയുധം ഉപയോഗിച്ച് അദ്ദേഹം ഘടോത്കജൻ എന്ന പേര് പേര് വിട്ടുപോയി അല്ലെ, ഹിഡുംബൻ എന്നാ പറഞ്ഞത്. ഹിഡുംബിയുടെ സഹോദരൻ. ഹിഡുംബിയുടെ സഹോദരനാണ് ഹിഡുംബൻ. ഘടോത്കജനെ വധിച്ചു. അദ്ദേഹത്തിന്റെ പുത്രൻ വൃഷസേനനെ അർജുനൻ വധിച്ചു. അദ്ദേഹം ഏറ്റവും അധികം പാണ്ഡവ പടയാളികളെ വധിച്ചു. ഒടുവിൽ അർജുനനുമായിട്ട് ഘോരമായ യുദ്ധത്തിൽ ഏർപ്പെട്ടു. അർജുനന്റെ കിരീടം നിലം പതിപ്പിക്കാൻ കഴിഞ്ഞതും അദ്ദേഹത്തിന് മാത്രമായിരുന്നു. പക്ഷെ കർണന്റെ രഥചക്രം യുദ്ധഭൂമിയിലെ പൂഴിയിൽ ആഴ്ന്നു പോകാനിടയായി. തന്റെ രഥചക്രം ഉയർത്താൻ നിലത്തിറങ്ങിയ കർണൻ ആ സമയം തന്നെ കൊല്ലരുതെന്ന് അപേക്ഷിച്ചുവെങ്കിലും അവസരം മുതലെടുത്ത് അർജുനൻ അദ്ദേഹത്തെ വധിച്ചു. അർജുനനല്ല, അത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം മനസ്സോടെയാണ് അർജുനൻ അമ്പെയ്യുന്നത്. അപ്പൊ എന്താണ്, അർജുനൻ യഥാർത്ഥ ഒരു ധർമ്മ യുദ്ധത്തിൽ വിശ്വസിക്കുന്ന ആളാണ് അല്ലെ. അപ്പം നേരിട്ട് എതിർക്കുന്ന ആളിനോട് യുദ്ധം ചെയ്യൂ. ഇപ്പൊ ഇവിടെ രഥത്തിൽ നിന്നും താഴെ ഇറങ്ങി അല്ലെങ്കിൽ ആയുധങ്ങൾ കയ്യിലില്ലാത്ത അവരുമായിട്ട് യുദ്ധം ചെയ്യരുതെന്നാണ് ധർമ്മ യുദ്ധത്തിന്റെ നിയമം. അത് പാലിക്കാൻ അർജുനൻ തയ്യാറായിരുന്നു. പക്ഷെ അവസരം കിട്ടിയപ്പോ ആ അവസരം ഉപയോഗിക്കണമെന്ന് ആര് നിർദ്ദേശിക്കുന്നു? ഭഗവാൻ നിർദ്ദേശിക്കുന്നു. ഹരേ കൃഷ്ണ. അതനുസരിച്ചാണ് ഈ പേര് ഓർത്തോളെ. ഘടോത്കജൻ എനിക്ക് അവിടെ പെട്ടെന്ന് പറഞ്ഞു വന്നപ്പോ വിട്ടുപോയതാണ്. ഘടോത്കജനാണ് ഹിഡിംബിയുടെ അല്ലെങ്കിൽ ഭീമന്റെ മകൻ ഘടോത്കജൻ. നമുക്ക് നിർത്താം. വാഞ്ചകൽപതരൂപസ്യ കൃപാ സിന്ധുഭേവിക പതിതാനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ ഭക്തവൃന്ദ കി ജയ.